നമസ്കാരം. കൊല്ലവർഷം 1202 എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. ചതയം നാളുകാർക്ക് ഈ 1202 ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടാകണം. അല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നില്ല. പഠന പുരോഗതിയിൽ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ ഉപരിപഠന കാര്യത്തെയും അത് ബാധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കച്ചവടക്കാർ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ അനുഭവപ്പെടും. സാമ്പത്തിക ഇടപാടുകൾ കരുതലോടെ നിർവഹിക്കുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുക. നിങ്ങളുടെ ബിസിനസ് ഫീൽഡിൻ്റെ എല്ലാ വശവും ശ്രദ്ധയോടെ പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക. കച്ചവട ശൃംഖലകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും പഠിച്ച് ചെയ്യുക. നിങ്ങൾ പുതിയ മേഖലയിൽ പ്രവർത്തനം വ്യാപിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ ചെയ്യേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. വേണ്ടത്ര ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നന്നായി പരിശ്രമിക്കുക. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ സാധിക്കും. ഈ പുതുവർഷം ഗൃഹനിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവസരം ഉണ്ടാകും. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഗൃഹനിർമ്മാണ സന്ദർഭങ്ങളിൽ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ലോണുകളോ വായ്പകളോ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. വിവിധ തരത്തിലുള്ള ലോണുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധാപൂർവം വേണം. നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. സംഘടനാ കാര്യങ്ങളിലും സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു മനസ്സിലാക്കി സമയാസമയങ്ങളിൽ വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഗുണം ചെയ്യുന്നതാണ്. IT മേഖലയിലായാലും ബിസിനസ് രംഗത്തായാലും കമ്പനി മാറാനും മറ്റും ശ്രമിക്കുന്നവർ ശ്രദ്ധിച്ചിറങ്ങിത്തിരിക്കണം. നിങ്ങൾ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ, വേണ്ടത്ര ആലോചനയില്ലാതെ ജോലി മാറുക, കമ്പനി മാറുക, ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ പിന്നീട് അത് ബുദ്ധിമുട്ടായെന്ന് വരാം. അതുകൊണ്ട് കരുതലോടെ ചെയ്യുക. കടകളും മറ്റും നടത്തുന്നവർ സൂക്ഷിച്ച് ചെയ്യണം. നഷ്ടങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സാമ്പത്തിക വിനിയോഗം കരുതലോടുകൂടി വേണം. കടം വാങ്ങുന്നത് ശ്രദ്ധിച്ചു വേണം. കഴിയുമെങ്കിൽ കടബാധ്യതകളൊക്കെ ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. സമയം പൂർണ്ണമായിട്ടും അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്. വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം വന്നേക്കാം. എങ്കിലും ആ പരിശ്രമം തുടരുന്നത് നന്നായിരിക്കും. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നത് വളരെ ഗുണം ചെയ്യും.